ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ടീം ഇന്ത്യ വിജയകിരീടം നേടിയത്. ന്യൂസിലാൻഡ് ഉയർത്തിയ 251 റൺസ് വിജയലക്ഷ്യം ടീം ഇന്ത്യ 6 പന്തുകൾ ശേഷിക്കെയാണ് മറികടന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ മത്സരശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പ്രതികരണമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തന്നെയാണ് രോഹിത് ശർമ്മയെ ഇന്നത്തെ മത്സരത്തിൽ തിരഞ്ഞെടുത്തത്. കാരണം മത്സരം കണ്ട ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാനായി സാധിക്കും. വലിയൊരു ചേസിംഗ് ടോട്ടൽ അല്ലാതിരുന്നിട്ട് കൂടി തുടക്കത്തിൽ T20 ശൈലിയിൽ തന്നെയാണ് രോഹിത് ഇന്ന് ബാറ്റ് വീശിയത്. അപ്പോഴും വിമർശകർ എന്തിന് ഇത്ര തിടക്കം പിടിക്കുന്നു എന്നുള്ള ചോദ്യവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ രോഹിത് എന്തുകൊണ്ട് ആ ഒരു ഫാസ്റ്റ് ഇന്നിംഗ്സ് കാഴ്ചവെച്ചു എന്നുള്ളതിന് പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരുടെ പക്കൽ തന്നെയായിരുന്നു മറുപടി ഉണ്ടായിരുന്നത്. കാരണം ന്യൂസിലാൻഡ് ഫാസ്റ്റിൽ നിന്ന് സ്പിൻ ബോളിംഗിലേക്ക് മാറിയപ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് റൺസ് കണ്ടെത്താൻ നന്നെ പതർന്ന കാഴ്ചയാണ് കണ്ടത്. ഷോട്ടുകൾ കണ്ടെത്തുന്നതിനായി ബാറ്റ്സ്മാൻമാർ ബുദ്ധിമുട്ടിയപ്പോൾ രോഹിത് ശർമ്മ നൽകിയ മിന്നൻ തുടക്കത്തിന്റെ ഗുണം പിന്നീടാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ടീം ഇന്ത്യക്ക് കൂളായി ഫിനിഷ് ചെയ്യാനായി സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പ്രധാന കാരണമായത് രോഹിത് ശർമ്മയുടെ ആ ഒരു ഇന്നിംഗ്സ് തന്നെയാണ്. മത്സരശേഷം മറ്റൊരു ICC ടൂർണമെന്റിൽ ടീം ഇന്ത്യക്ക് വേണ്ടി വിജയം നേടിക്കൊടുക്കാനായി സാധിച്ചതിലുള്ള സന്തോഷം തന്നെയാണ് രോഹിത് പറഞ്ഞത്. ഈ മത്സരം എല്ലാ നിമിഷവും ആവേശകരമായി തന്നെയാണ് മുൻപോട്ട് പോയത്. ജഡ്ഡു അവസാന നിമിഷം വിന്നിംഗ് റൺ നേടുന്നതുവരെ തങ്ങൾക്ക് ആവേശമായിരുന്നു. ആകാംക്ഷയോട് കൂടി തന്നെയാണ് ഓരോ നിമിഷവും കടന്നുപോയത്. തീർച്ചയായിട്ടും ഇന്നിംഗ്സിന്റെ ആദ്യം കൂടുതൽ റൺസ് കണ്ടെത്തുവാനായി തന്നെയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ശ്രദ്ധിച്ചത്. പവർ പ്ലേയിൽ എത്രത്തോളം റൺസ് നേടാനായി സാധിക്കുന്നോ അത് തങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യുമെന്നുള്ള തോന്നൽ തന്നെയായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അതേപോലെ ഏതൊരവസ്ഥയിലും പൊരുതാൻ കെൽപ്പുള്ള ഒരു താരം, ആ താരം 8ാം നമ്പർ ബാറ്റിംഗിനായി തനിക്ക് ഉണ്ട് എന്നുള്ള തോന്നൽ, ആ ഒരു ആത്മവിശ്വാസം നൽകിയത് ചെറുതായിട്ടുള്ള കാര്യമല്ല. ഇന്ന് 8ാം നമ്പറിൽ ജഡേജയാണ് ബാറ്റിംഗിനായി എത്തിയത്. ആ ഒരു താരം വരെ തങ്ങൾക്ക് ബാറ്റിംഗിനായി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു തോന്നൽ തന്നെയാണ് ഓരോ ഷോട്ടുകൾക്കും പിന്നിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ചേസിംഗിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് തങ്ങൾക്ക് വേണ്ടത്. ഒരാളുടെ മാത്രം കഴിവ് കൊണ്ടല്ല തങ്ങൾ ഈ ഒരു കിരീട നേട്ടം സ്വന്തമാക്കിയത്. കളിച്ചിട്ടുള്ള 11 താരങ്ങളും തങ്ങളുടെ കോൺട്രിബ്യൂഷൻ ടീമിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഒരു ടീം എന്ന നിലയിൽ കിരീട നേട്ടം സമ്മാനിക്കാനായി സാധിച്ചതിൽ ഏറ്റവും സന്തോഷവും അഭിമാനവും ഉണ്ടെന്നാണ് രോഹിത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. T20 ലോകകപ്പിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫിയും രോഹിത് ശർമ്മയുടെ കീഴിൽ ടീം ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.